നേപ്പാൾ അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതിൽ കടുത്ത ആശങ്കയും വേദനയും പങ്കുവച്ച ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകൻ സദ്ഗുരു ജഗ്ഗി വാസുദേവ് പ്രളയത്തിൽ കാണാതായ നൂറുകണക്കിന് ആളുകളിൽ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 80ഓളം ഇഷ ഫൗണ്ടേഷൻ അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്ന് സദ്ഗുരു അറിയിച്ചു. നേപ്പാൾ അതിർത്തി മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ വ്യാപ്തി അതീവ ഗുരുതരമാണെന്ന് ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകൻ സദ്ഗുരു ജഗ്ഗി വാസുദേവ് വ്യക്തമാക്കി. ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായി കൈലാസ മാനസ സരോവര യാത്രയ്ക്കെത്തിയ വലിയൊരു സംഘമാണ് ദുരന്തമുഖത്ത് വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് കുടുങ്ങിയിരിക്കുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് നേരിട്ടെത്തുവാനുള്ള ശ്രമങ്ങൾ റോഡുകൾ തകർന്നതോടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കാണാതായ സംഘത്തിൽ 34 പുരുഷന്മാരും 46 സ്ത്രീകളും ഉൾപ്പെടെ 80 തീർത്ഥാടകരാണുള്ളത്. ഇതിൽ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ 20ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികളും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു. ഇവർക്കൊപ്പം ആശ്രമത്തിൽ നിന്നുമുള്ള ഡോക്ടറും വോളണ്ടിയർമാരും ദുരന്ത മേഖലയിലുണ്ട്. എന്നാൽ പ്രദേശത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും നിലച്ചതോടെ ഇവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. Flash flood between Tibet and Nepal border, and on the Nepali side, as per the Indian news reports, about 484 people have gone missing. And on this side, we don't have any official information. Morning I left to go there personally, and all phones are off, all telecommunications are down, roads are blocked, we are unable to go there. Looking at the scale of destruction, it looks bad. The same building where we were for the immigration just a week ago, that entire building is washed away. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഭാരതീയ സേനകളും സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഭാരതീയരെയും മറ്റ് സംഘങ്ങളെയും കണ്ടെത്തുവാനും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാനുള്ള ദൗത്യത്തിന് ഭാരതം സർവ്വസജ്ജമാണ്. ജനം, ഡൽഹി.